കസിൻസ് ആണ് എല്ലാവരും. എൻ്റെ ഒരു ഗായത്രി. അണ്ടർഗ്രാഡും പ്രോഡ്ഗ്രാഡും ഒന്നുമല്ല. മാങ്ങയുടെ അഗാധ ഗർത്തത്തിലുള്ള. ഹലോ എവ്രി വൺ, വെൽക്കം ടു ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനൽ അണ്ടർ ദ മാവ്. ഞങ്ങൾ ഇന്ന് വിഷു ദിനായതുകൊണ്ട് കുറേ കാലമായിട്ട് വാട്സാപ്പിൽ ചർച്ച ചെയ്ത് അവസാനം ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ പിന്നെ ആ ചർച്ച ഒരു റിയാലിറ്റി ആക്കാമെന്ന്. അങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനൽ ഇപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഇത് റിലീസ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ഐഡിയ പറഞ്ഞിട്ട് എത്ര കാലം, ഇനി എക്സിക്യൂഷനിലേക്ക് കിടക്കാമെന്ന്. എനിവേ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ആദ്യം നമ്മൾ എല്ലാവരും സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ആരാന്ന് ഞങ്ങൾ ഒരു ബേസിക് ഒരു ഇൻഫർമേഷൻ തരാം. ഞങ്ങൾ കസിൻസ് ആണ് എല്ലാവരും. കസിൻസ് എന്ന് പേര് മാത്രമല്ല, ഞങ്ങൾ ആക്ച്വലി ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് പ്രോപ്പർ എല്ലാവരും ഉള്ള പോലെ തന്നെ സിബ്ലിങ്സ് ആയിട്ട് തന്നെയാണ് നമ്മൾ വളർന്നത്. വെരി ഞങ്ങൾ ഇപ്പം 4 പേര് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ എങ്കിലും ഞങ്ങൾ ആക്ച്വലി 6 പേരാണ്. ഒരാള് പുറത്ത് പഠിക്കുകയാണ്, അവൻ ജൂണിലൊക്കെ ആവുന്ന സമയത്ത് തിരിച്ചു വരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ മറ്റൊരാൾക്ക് ഇത് ചെറിയൊരു എന്താ പറയുക, കുറച്ച് അഖിലേന്ത്യാ നേതാക്കൾ കാണാൻ വന്നുകൊണ്ട് അവൻ കുറച്ച് തിരക്കിലായി പോയി. അപ്പൊ ഇന്ന് ഞങ്ങൾ 4 പേരാ. ഇനി പക്ഷെ നിങ്ങൾ പോകെ കുറച്ചും കൂടി ആൾക്കാരെ കാണും, ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങളുടെ ബിഹൈൻഡ് ദ ക്യാമറ ഒരു പ്രസിദ്ധനായ ആർമി മനുഷ്യൻ, ആർമി ജവാനായ ആർമി കമാൻഡോ അനന്തു ആണ്. അനന്തുവിനെ ഞങ്ങൾ വൈകാതെ അനന്തുവിന്റെ എക്സ്പീരിയൻസസ് ഒക്കെ നിങ്ങളിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവരും. ഇപ്പൊ അനന്തുവിന് ക്യാമറന്റെ പുറകിൽ നിൽക്കാനാണ് താല്പര്യം. ക്യാമറ ഷൂട്ട് ചെയ്യാൻ വേറെ ആരുമില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഇൻട്രൊഡക്ഷനിലേക്ക് കിടക്കാൻ. ഞങ്ങള് എല്ലാവരുടെയും എന്താ പറയാ, തറവാട് പയ്യന്നൂരാണ്. ഏട്ടാ എല്ലാവരും മൂത്ത കാരണവരായ അതായത് കസിൻസിലെ മൂത്ത ആളാണ് ഞാൻ. എൻ്റെ പേര് അരുൺ. ഞാൻ ബാംഗ്ലൂരാണ്. 2 കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ അല്ല, കൂടുതൽ ഫാൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഐ എം ഓൾറെഡി സിംഗിൾ ആണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു 2 കുട്ടികളുടെ ഒരു ബാച്ചുലറാണ്. അപ്പോ ഞാൻ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അടുത്തതായി ഞാനാണ്. എൻ്റെ പേര് ആതിര. ഞാനും ബാംഗ്ലൂരാണ് ഒരു 7-8 കൊല്ലമായിട്ട്. പക്ഷെ പയ്യന്നൂർ ആണ് നമ്മളെല്ലാവരും ബേസ്. അപ്പം ഇവിടെ വീടൊക്കെ ഉണ്ടാക്കി അച്ഛനും അമ്മയൊക്കെ ഇവിടെയാണ്. മുന്നേ കോഴിക്കോടായിരുന്നു, അവരൊക്കെ ഇപ്പം പയ്യന്നൂരേക്ക് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ ഇപ്പം എനിക്ക് ജോലിയൊന്നുമില്ല. ജോലിയാവും. അപ്പം ഈ ജോലി ഇല്ലാത്ത കാലത്തിൽ ഞാൻ വിചാരിച്ചു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് കോടീശ്വരി ആയിട്ട് ജോലിനൊക്കെ പുച്ഛിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവരോടൊക്കെ കുറെ കാലമായിട്ട് ഈ പോഡ്കാസ്റ്റ് തുടങ്ങാൻ പറയുന്നത്. പക്ഷെ ഇപ്പൊ ജോലി കിട്ടാനാവുമ്പോഴാണ് ഈ പോഡ്കാസ്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അടുത്തതായി ഞാൻ. എൻ്റെ പേര് ആദിത്യൻ. ഞാൻ ഇവരിലെ 3ാമത്തെ ആളാണ്. ഞാൻ ഫിലിം മേക്കറാണ്. കൊച്ചിയിൽ തന്നെയാണ് മിക്ക സമയം ഉണ്ടാവുക. പിന്നെ ഇവരൊക്കെ ബാംഗ്ലൂരാണ്, ചില സമയം ബാംഗ്ലൂരും ഉണ്ടാവും. അപ്പോൾ എനിക്ക് താഴെ ഒരു അനിയനുണ്ട്, അനദർ കസിൻ അപ്പു അഭിജാത്. അവൻ യുക്രൈനിൽ പഠിക്കുകയായിരുന്നു. അവിടെ യുദ്ധം വന്ന സമയത്ത് പിന്നെ നാട്ടിലോട്ട് വന്നു. ഇപ്പൊ ജോർജിയയിൽ ബാക്കി പഠിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ പാടും ഞാനുണ്ടായി. ഒട്ടനെ യുദ്ധം കഴിഞ്ഞ പാടല്ല, അപ്പു ജനിച്ച ശേഷം ഞാനും അപ്പുമായിട്ട്. ഗായത്രി, വീട്ടിൽ വിളിക്കുന്ന മാളു. ആരാ നീ ആരാ എന്താണ് ഇവിടെ നടക്കുന്നത്? ഞാന് NID ഗ്രാജുവേഷൻ പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. അവിടെ ആനിമേഷൻ ഫിലിം ഡിസൈനിൽ ഗ്രാജുവേഷൻ പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ബ്രെയിൻ ഒരു പോയിന്റ് സ്റ്റോപ്പ് ആവും, പിന്നെ ഒന്നുമില്ല. എൻ്റെ ഒരു ഗായത്രി. പിന്നെ ആദ്യം അത് നമ്മൾ ഫാമിലി ട്രീ നമ്മൾ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ചെറുതാണ് ഉണ്ണി, അതുൽ.
അവനിപ്പം അണ്ടർ ഗ്രാഡ് കഴിഞ്ഞു, ഇനിയിപ്പം പോസ്റ്റ് ഗ്രാഡ് ചെയ്യാനുള്ള പ്ലാനൊക്കെയാണ്. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കിലൊക്കെയാണ്. അത് നിന്റെ സ്പെഷ്യലിസ്റ്റ് കോഴ്സും പിന്നെ നിന്റെ പ്രശ്നവും. അപ്പൊ അവൻ ഇന്ന് വരേണ്ടതായിരുന്നു, പക്ഷെ അവനെ എത്ര വയസ്സായവന്? 23 വയസ്സ് ആയി. പക്ഷെ അവന് 21 വയസ്സായുള്ളൂ. അതുകൊണ്ട് അവൻ കാഞ്ഞങ്ങാടുന്ന് വരേണ്ടത്. അതുകൊണ്ട് അവന് വെയില് കുറച്ച് പ്രശ്നമാണ്. അവൻ അങ്ങനെ വെയിലത്തൊന്നും പുറത്തിറങ്ങാറില്ല. പിന്നെ അവനെ വിടൂല്ല വീട്ടിൽ നിന്ന്. അവന് വീട്ടിൽ നിന്ന് വിടാത്തതാണ് വരാത്തതിന്റെ കാരണം. അണ്ടർ ഗ്രാഡും ബ്രോഡ് ഗ്രാഡും വരില്ല. അതെ. അവന് ബേസിക്കലി അവന്റെ അമ്മയുടെ സൈഡില് കസിൻസ് ഒക്കെ വന്നതിന്റെ, അപ്പൊ അവൻ ഇവിടെയും വരണം അവിടെയും വരണം. അപ്പൊ ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ പിന്നെ വിഷുവിന്റെ വിളക്ക് തുടക്കാൻ വേണ്ടിയിട്ട് അവനെ അങ്ങോട്ടേക്ക് വിളിച്ചു. അപ്പൊ അവൻ അവിടെ പോയി, അവിടെ സ്റ്റക്കാണ്. ഓക്കെ, അപ്പം ഇനി നമ്മളിപ്പോ ഇൻട്രഡക്ഷൻ കഴിഞ്ഞു. അരുണേട്ടനാണ്, അതായത് അമ്മൂമ്മി അച്ഛൻ്റെയും മൂത്ത മകളുടെ മകൻ. പിന്നെയുള്ള മകളുടെ മകളാണ് ഞാന്. പിന്നെ 2 അനിയന്മാരാണ്. മൂത്ത അനിയന്റെ മക്കളാണ് ഇവർ രണ്ടുപേരും. ഇളയ അനിയന്റെ മക്കളാണ് നമ്മൾ പറഞ്ഞ അപ്പും ഉണ്ണി, അതായത് അഭിജാതും അതുലും. ഇപ്പൊ ഇല്ലാത്തവര്, അവർ അടുത്ത പ്രാവശ്യം വരും. അതിലൊരാൾ അടുത്ത പ്രാവശ്യം വരും. ഇനി നമ്മുടെ ഈ യൂട്യൂബ് ചാനലിന്റെ പേര് അണ്ടർ ദ മാവ്, അതെങ്ങനെയാണ് വന്നത് എന്നതിനെ കുറിച്ചിട്ട് ആദിത്യൻ പറയും. കാരണം അവനാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പേര് അണ്ടർ ദ മാവ് നിട്ടത്. അണ്ടർ ദ മാവ് പേര് വരാൻ കാരണം ഇത് നമ്മളെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ പറയുന്നത് അച്ഛനും അമ്മമ്മയുമാണ്, മോർ ദാൻ അവർ പാരൻസ്. അപ്പോൾ അമ്മമ്മ ഇവിടെ നമ്മുടെ പറമ്പിൽ കുറെ മാവുകളുണ്ട്. അപ്പൊ അതില് വലിയ തേങ്ങൂർ മാങ്ങ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു വലിയ ഒട്ടുമാവ. അപ്പൊ ഒട്ടുമാവയാണ് നമ്മളതിന് തേനൂർ മാങ്ങ എന്ന് പറയുന്നുണ്ടായിരുന്നത്. അപ്പൊ അതാണ് നമ്മുടെ പറമ്പിന്റെ സെൻട്രൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ അമ്മമ്മേനെ പറ്റിയിട്ടുള്ള വിഷ്വല് ആദ്യം വരുന്ന സമയത്ത് അമ്മമ്മ ആ മരത്തിന്റെ അടിയിൽ നിൽക്കുന്നതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇവർ രണ്ടുപേരും ഉള്ള സമയത്തായാലും, ഞാൻ ജനിച്ചതിന് ശേഷം ഞാനായാലും ഇവളായാലും എല്ലാവരും ആ മാവിന്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക നമ്മളെ ചൈൽഡ്ഹുഡിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നത്. ഞാൻ കോഴിക്കോടാണ് പഠിച്ചും ഫുൾ പഠിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ ഞാൻ പയ്യന്നൂരേക്ക് വരിക ബേസിക്കലി എന്താ പറയാ, ഈ 2 മാസം വെക്കേഷന് എക്സാം കഴിഞ്ഞ്, ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് അപ്പൊ തന്നെ നെക്സ്റ്റ് ബസ്സിൽ ഞാൻ പയ്യന്നൂരേക്ക് കയറി വരില്ല ചെയ്യും. അപ്പത്തേക്ക് അരുണേട്ടനും പരീക്ഷ കഴിഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ടാവും. അതുപോലെ ഓണം, വിഷു, ബമ്പർ അല്ലേ, ഓണം, വിഷു, ക്രിസ്മസ്, ഈ വെക്കേഷൻസിനൊക്കെ നേരെ പയ്യന്നൂരേക്കാണ് വരല്. അപ്പം ഞാനും അരുണേട്ടനും ഇങ്ങനെ ഈ മാവിന്റെ മുകളിൽ നമ്മൾ കേറും. കാരണം ഇങ്ങനെ ലോ ലൈയിങ് ബ്രാഞ്ചസ് ഒക്കെ അതിന്റെ ഭയങ്കര രസമാണ്. അങ്ങനെ കേറുമ്പോ മറ്റേ ഉറുമ്പ് കടിച്ചിട്ട് ഞങ്ങളുടെ ദേഹത്ത് മൊത്തം പൊങ്ങിയിട്ട് ഞങ്ങളെ തൈരിൽ ഇങ്ങനെ കുളിപ്പിച്ചിട്ട് നിർത്തലാണ് മിക്കവാറും സംഭവിക്കല്. അപ്പൊ ഈ മാവ് നമുക്ക് ഭയങ്കര ഒന്നാമത് അതിൽ കിട്ടുന്ന മാങ്ങ നമ്മുടെ ചൈൽഡ്ഹുഡിന്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ്. അൽഫോൺസോ മാങ്ങയൊക്കെ പിറകിൽ നിൽക്കണം. ആക്ച്വലി ഒരു ചെറിയൊരു നാളികേരത്തിന്റെ അത്ര വലിപ്പമുള്ളൊരു മാങ്ങയാണ്. പച്ചയാകുമ്പോൾ തന്നെ കഴിക്കാം. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ വെച്ച് കഴിഞ്ഞാല് അത് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് അതിന്റെ പീസ് മുറിച്ചിട്ട് നമുക്ക് തരുമൊക്കെ ചെയ്യാം. അങ്ങനെ കുറെ ഓർമ്മകളാ. പിന്നെ അതിന്റെ മറ്റേ എന്താ പറയാ, അതിന് മാങ്ങാണ്ടി, ചനയല്ലടാ അണ്ടിക്ക് വേറൊരു നല്ല വാക്കുണ്ടോ? ഇല്ലായിരിക്കും. അതിന്റെ ഒരു സീഡ് നട്ടും മാങ്ങയുടെ അഗാധ ഗർത്തത്തിലുള്ള മാങ്ങയുടെ സീഡ്. ഇപ്പൊ മാങ്ങാണ്ടി ഒക്കെ നമ്മൾ ആർക്ക് അവസാനം കിട്ടുമെന്നുള്ളതിലൊക്കെ നമ്മൾ എപ്പോഴും ഭയങ്കരമായിട്ട് അടികൂടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ ഓർമ്മകൾ കുറെ ഉള്ളത് ഈ മാവിനെ ചുറ്റിപ്പറ്റി ആയതുകൊണ്ടാണ് അണ്ടർ ദ മാവ്. പിന്നെ ഇപ്പൊ ആ മാവില്ല. അപ്പൊ അതുകൂടി കൊണ്ടാണ് ആ മാവിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പേരിട്ടിരിക്കുന്നത്. അപ്പൊ അതാണ് യൂട്യൂബ് ചാനലിന്റെ പേരിന്റെ. ഇതുവരെ എങ്ങനെയുണ്ട് അനന്തു? 1 മില്യൺ അടിക്കോ? മാളുന്റെ ആഗ്രഹം, മാളുന്റെ വീട്ടിൽ ഇൻകം ടാക്സ്. അതൊന്ന് അഭിമാനത്തോടെ അവർക്ക് ചായയൊക്കെ ഉണ്ടാക്കി എല്ലാരും അറിയും നമ്മള് പണക്കാരല്ലോ.
അങ്ങനെ ആള് വിചാരിച്ചോട്ടെ. അല്ല അത് മറ്റേ കുറെ യൂട്യൂബേഴ്സിന്റെ വീട്ടില് മറ്റേ റെയ്ഡ് ഒക്കെ വന്ന സമയത്ത് കുറെ പേര് പറഞ്ഞില്ലേ ഇത്രയും കാലം അവരുടെ അച്ഛനമ്മമാരോടൊക്കെ ചോദിക്കണ്ടായിരുന്നു, അതായത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ മക്കൾ ചെയ്യുന്നത്, വല്ല കാര്യമുണ്ടോ എന്നൊക്കെ. ഇപ്പൊ ഇൻകം ടാക്സ് റെയ്ഡ് ഒക്കെ വന്നതിന് ശേഷം അവർക്കൊക്കെ ഭയങ്കര പേരാകും. ഇൻകം ടാക്സ് ഒക്കെ ഞങ്ങൾക്കും അങ്ങനെയാണ് മാളുവിന് വേണ്ടത് ചെറുതായിട്ട്. ഓക്കെ, ഇനി നമ്മള് വിചാരിച്ചു നമ്മൾ ആദ്യം തന്നെ ഇന്ന് വിഷുവിന് നമ്മൾ തുടങ്ങിയത്. ഇത് എപ്പോഴാണ് എഡിറ്റ് ചെയ്ത് റിലീസ് ആവുക അറിയില്ല. ഇന്ന് വിഷു ആണ്, 2024 വിഷു ആണ്. ചിലപ്പോ ഇത് 2025 വിഷുവിനൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. പക്ഷെ ഇന്ന് 2024 വിഷു ആണ്, അതുകൊണ്ടാണ് ഇത് മുണ്ടൊക്കെ കണ്ടത്. അപ്പം അയ്യോ എന്റെ സാരി ഒന്നും ഇട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾ വിഷു ഓർമ്മകളിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ആസ് ജനറേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് വിഷു ഓർമ്മകളൊക്കെ കുറെ മാറിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ അറിഞ്ഞിട്ടൊന്നും വിഷു ഓർമ്മകളെ ആയിരിക്കില്ല മാളൂനും. ഇനി നിങ്ങൾ അടുത്ത പ്രാവശ്യം ഉണ്ണീനെ കേൾക്കുന്ന സമയത്ത് ഉണ്ണീന്റെ ഒന്നും എനിക്ക് തോന്നുന്നു അവർക്ക് അങ്ങനെ വിഷുവിന് അങ്ങനെ ഭയങ്കര ഓർമ്മകളില്ല. പേര് കഴിഞ്ഞ ഒന്നും ഓർമ്മയില്ലാത്തതാണ് വിഷു ഓർമ്മ പറയേണ്ടത്. ഇവരെങ്ങനെയാ വെച്ചാ ഇവര് 3 പേരും കുറച്ച് മുതിർന്ന ആൾക്കാര്, സീനിയർ സിറ്റിസൺ. ഞാനും അപ്പുവേട്ടനും ഉണ്ണിയായിരുന്നു ഒരു ടീം. അങ്ങനെയാ. അപ്പൊ ഇവർക്ക് നമ്മൾ എന്താ ചെയ്തതെന്ന് അത്ര അറിയില്ല. ഇവര് നിങ്ങളൊന്നും ചെയ്യാറില്ല, ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആദ്യം നിങ്ങൾ എന്നിട്ട് ഞാൻ പറയാം. കുറെ സീക്രട്സ് ഉണ്ടോ? അപ്പം ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി സമ്മർ വെക്കേഷൻസ് വെച്ചിട്ട് പറയാം. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇത് വരിക. അപ്പം ഇവരെല്ലാവരും പയ്യന്നൂര് ഇവിടെ തറവാട്ടിലെല്ലാവരും ഒരുമിച്ച് താമസിക്കുക ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മാത്രമേ കോഴിക്കോട് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് മാക്സിമം ടൈം ഇവിടേക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം കഴിഞ്ഞ് അപ്പം തന്നെ ഓടി വരുന്നത്. അപ്പം വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇവിടെ കുറച്ചപ്പുറത്ത് ഒരു പുളിമരമുണ്ട് വലിയ. അപ്പൊ അച്ചച്ചൻ അവിടെ ഓൾറെഡി ഊഞ്ഞാലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഓട്ടോറിക്ഷ ഇപ്പം അതായത് പയ്യന്നൂർ ബസാറിൽ ബസ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പയ്യന്നൂർ ബസാറിൽ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ കയറി ഇവിടെ ഗേറ്റിൽ എത്തുമ്പോഴത്തേക്കും അരുണേട്ടനും ചോട്ട് ഓടി വരും നമ്മുടെ പെട്ടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പോയി അപ്പം തന്നെ നമ്മൾ ഓടി ഊഞ്ഞാലിലേക്ക് ആടാനൊക്കെ പോവാറ്. അപ്പൊ അങ്ങനെയാണ് സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അച്ഛനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ അങ്ങോട്ട് എന്താണ് അച്ഛൻ ബേസിക്കലി ആയുർവേദ ഡോക്ടറായിരുന്നു. അപ്പൊ അച്ഛൻ ഇങ്ങനെ കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അച്ഛന്റെ ബാഗിൽ നിന്ന് ഇങ്ങനെ ഈ 5 റുപ്യയും 10 റുപ്യയും ഒക്കെ ഇങ്ങനെ അച്ഛൻ ബെഡിലോട്ട് ഇടും. അപ്പം എന്റെ അരുണേട്ടന്റെയും ജോലി അത് സെഗ്രിഗേറ്റ് ചെയ്ത് പൈസ എണ്ണല്. പൈസ എണ്ണി അതിൽ നിന്ന് കുറെ പൈസ ഇഷ്കി അവസാനം പൈസ എണ്ണി എന്റെ കമ്മീഷനും അടിച്ചു മാറ്റി. അവൻ അച്ഛനൊന്നും ഉണ്ടാവില്ല. ആകെ 100 റുപ്യ ഒരു ദിവസം കിട്ടുന്നുണ്ടെങ്കിൽ അതിലത്തെ 15 റുപ്യ എനിക്ക് അരുണേട്ടന് തന്ന് അതിന്റെ ഇടയിൽ ഞങ്ങൾ മുഖ്യ കാശ് കഴിഞ്ഞ് അച്ഛൻ അത്രയും കാശൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ഞങ്ങളുടെ സമ്മർ വെക്കേഷൻ തുടങ്ങല് അല്ലെ. പിന്നെ അച്ഛൻ നമുക്ക് ജാഗിരി, പിന്നെന്താണ് മറ്റേ കോഴിക്കാല് എന്ന് വിചാരിക്കുമ്പം നിങ്ങൾ വിചാരിക്കും മറ്റേ നോൺ വെജ് ആണ്. അല്ല, ഇത് തളിപ്പറമ്പ് തലശ്ശേരി ഭാഗങ്ങളിൽ കോഴിക്കാലിന്റെ ഒരു ഫോട്ടോ എന്താണ് സ്ക്രീനിന്റെ ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മള് സമ്മർ വെക്കേഷൻ തുടങ്ങല് അല്ലേ. പിന്നെന്താ നടക്കല്? പിന്നെ വിഷു, പിന്നെ സമ്മർ വെക്കേഷൻ തീരും. പിന്നെ നമുക്ക് വിഷു തുടങ്ങിയപ്പോഴത്തേക്കും വിഷുവിനായിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യല് പറഞ്ഞേ? വിഷുവിന് പൊതുവെ നമ്മള് വിഷു എന്ന് പറഞ്ഞാല് നമ്മുടെ ആ ഒരു അതായത് ഇവരൊക്കെ ജനിക്കുന്നതിന് മുമ്പില് നമ്മുടെ കാലഘട്ടത്തില് പ്രത്യേകിച്ചിട്ട് അതായത് സ്കൂള് പൂട്ടിക്കഴിഞ്ഞാല് വിഷുവിന്റെ കാലം വിഷു ആവാൻ വേണ്ടി കാത്തിരിക്കും. അതായത് വെടി വാങ്ങുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ. കാരണം നമുക്ക് മറ്റുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പോലെ മീഡിയാസോ അങ്ങനെ മറ്റുള്ള ടൈം പാസിനൊന്നും ഇല്ല നമ്മള്. അപ്പൊ ഈ ക്ലബ്ബുകളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും കളികള്, അല്ലെങ്കിൽ വിഷുവിന്റെ സമയത്ത് അടുത്തുള്ള സത്യനാരായണ ക്ലബ്ബിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ വിഷുവിന് വെടി പൊട്ടിക്കാൻ. അപ്പൊ വിഷുവിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച മുന്നേ തന്നെ സ്കൂള് പൂട്ടുന്ന ആ സമയം തന്നെ അടുത്തുള്ള കടകളിലൊക്കെ ഈ കുറ്റിവെടി എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ അതൊക്കെ കിട്ടുമായിരുന്നു. സോ അതൊക്കെ വാങ്ങിച്ച് പൊട്ടിച്ച് തുടങ്ങും. പിന്നെ എന്താ പറയാ നമ്മള് വീട്ടിന്റെ വേറൊരു പറമ്പിൽ അണ്ടി അല്ലെ കശുവണ്ടി, അപ്പൊ അത് മാങ്ങ പൊട്ടിച്ച് അത് അണ്ടിയാക്കിയിട്ട് അത് ഉണക്കാൻ വെച്ചിട്ട് അവസാനം അമ്മമ്മ അത് പറക്കി കൊണ്ടുവന്ന് അത് വിറ്റ് കഴിഞ്ഞാൽ അതിന് ഒരു 5 റുപ്യ 10 റുപ്യ നമുക്ക് തരും. രാവിലെ എഴുന്നേറ്റ് പണം വെള്ളത്തെ പിടിച്ച് വയറ് കീറിയല്ലേ കൊങ്ങ പൊട്ടിച്ച കഥ.
അതാ അപ്പൊ അങ്ങനെ നമ്മള് കിട്ടും 5 രൂപ. അപ്പൊ എനിക്ക് കിട്ടും 5 രൂപ, അപ്പൊ ഇവക്ക് 5 രൂപ. അങ്ങനെ നമ്മള് 10 രൂപ കൊണ്ട് നമ്മൾ പോയി പടക്കം വാങ്ങും. അപ്പൊ ഈ പടക്കം പൊട്ടിക്കുന്നത് നമ്മുടെ മെയിൻ പരിപാടി. മെയിൻ ഞങ്ങള് പക്ഷെ ചെറുപ്പം മുതൽ വളരെ എന്റർപ്രൈസിംഗ് ആയിരുന്നു അല്ലേ? അതെ, ഞങ്ങൾ എങ്ങനെയെങ്കിലും സ്വന്തമായിട്ട് കാശ് ഉണ്ടാക്കിയിട്ട് സാധനങ്ങൾ ചെയ്യാൻ താല്പര്യം. അച്ഛൻ്റെ കയ്യിൽ നിൽക്കുന്നതല്ലേ. അതും ഒരു കഴിവാണല്ലോ എന്റർപ്രൈസിംഗ് ആയിരുന്നു. ഇഷ്ടം. അതെ, അപ്പൊ നമുക്ക് പിന്നെ എന്താ പറഞ്ഞാല് വിഷുവിന്റെ ഇടക്കിടക്ക് ഞങ്ങൾ പുറപ്പെട്ടു പോവാറുണ്ട്. ആ കഥ ഒരു കഥ. നമ്മള് പുറപ്പെട്ടു, നമ്മള് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്റെ വീട്ടില് എന്റെ അച്ഛനമ്മക്ക് ഞാൻ ഒരു മോനും, ഇവളാണെങ്കിൽ അച്ഛനമ്മക്ക് ഒരു മോളും എന്നുള്ള രീതിയിലുള്ളത്. അപ്പൊ ഇവരൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തില് ഇതാണ്. അപ്പൊ എന്നെ പുറത്ത് കൂടി കളിക്കാൻ വിടൂല. സ്കൂള് വിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാല് അടുത്തുള്ള കുട്ടികളായിട്ട് ഞാൻ വളരെ അതായത് ഇവരെ രണ്ടാളെ അച്ഛൻ എന്റെ ചെറിയ മാമൻ ഇവരെല്ലാരും എന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വളർന്നൊരവസ്ഥയാണ്. അപ്പൊ ഇവള് വന്നാൽ എനിക്ക് ആകെ കളിക്കാൻ ഒരാളില്ല. അപ്പൊ നമ്മളെ രണ്ടാളും പുറത്തെവിടെയും വിടൂല. എന്തെങ്കിലും ഒന്ന് വിടണമെങ്കിൽ വീട്ടിലാരും ഇല്ല, കടയിൽ പോകണമെങ്കിൽ അടുത്ത കടയിൽ പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങാൻ, അത് ഒരു 10 മീറ്റർ അപ്പുറമുള്ള ഒരു കടയിൽ പോയിട്ട് എന്തെങ്കിലും ചായപ്പൊടി വാങ്ങാനോ അല്ലെങ്കിൽ 5 മുട്ട വാങ്ങാനോ ഇതിനൊക്കെ നമ്മളെ വിടുള്ളൂ. അതിൽ കൂടുതലായിട്ട് നമുക്കൊരു ലോകം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മേനും കൂടെ മാത്രം പോവാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു. നമ്മളിവിടെ ഡംപ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ നമ്മുടെ ലോക. അപ്പൊ അങ്ങനെ ഒരു വിഷു കഴിഞ്ഞ ആ സമയത്ത് വിഷുവിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോറി ഉണ്ട്, നമ്മളെ കാണാണ്ടായ ഒരു സ്റ്റോറി ഉണ്ട്. ഞങ്ങൾ സ്ഥിരം കാണാണ്ടാവും പല സീസൺ കാണാണ്ടാവും. നാളൊരു പ്രത്യേകതയുണ്ട്. ഓള് ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ ഓൾക്ക് ഓർമ്മ ഉണ്ടാവും, എന്നാലും ഓളെ പേരിന്റെ അപ്പുറം നമുക്ക് പറയാൻ ജനിച്ചതിന് ശേഷം ഒന്നും ഓർമ്മയില്ല. അതായത് ഓള് ജനിച്ചോട് ഞാൻ ഇങ്ങനെ ജനിച്ചിങ്ങനെ തൊട്ടിൽ കിടക്കുമ്പോ അമ്മ എന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ആക്കിയത് എനിക്ക് ഓർമ്മയുണ്ട് എന്നല്ല പറയും. നിനക്ക് എങ്ങനെ ഇത് ഓർമ്മ ഉണ്ടാവില്ല? ത്രികാലജ്ഞാനിയാണ് ഇവള്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എല്ലാ സീസണിലും ഞങ്ങളെ കുറച്ച് കാണാണ്ടാവും എന്ന് ഇവര് പറഞ്ഞു വരുത്തുന്നതാണ്. ഞങ്ങൾ ആക്ച്വലി സഞ്ചരിക്കുകയാണ് അല്ലെ, പുതിയ മേച്ചിൽപ്പുറങ്ങൾ തപ്പി സഞ്ചരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ കൺട്രി അച്ഛനമ്മമാർ ഞങ്ങൾ എവിടെയും കൊണ്ടുപോകുന്നില്ല. അപ്പൊ ഞങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനെ പോകും. അപ്പം ഒരു പ്രാവശ്യം ഞങ്ങൾ ബേസിക്കലി പടക്കം മേടിക്കാൻ പോവാണ്. എത്ര വയസ്സപ്പോ? അത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കുഞ്ഞുമോന്റെ കയ്യിലാണല്ലേ? അതിന് കുറച്ചുകൂടി മുന്നേ. അപ്പൊ എനിക്ക് 10ഉം 12ഉം അങ്ങനെയുള്ളൊരു ഇത്. അപ്പം ബേസിക്കലി ഞങ്ങള് പിന്നെ പടക്കം മേടിക്കാൻ വേണ്ടിട്ട്, അപ്പൊ നമുക്ക് കിട്ടിയ കുറച്ച് കൈനീട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പടക്കം മേടിക്കാൻ വേണ്ടിയിട്ട് അന്നൂർ ഭാഗത്തേക്ക് നടക്കുക. അപ്പൊ പല കടകളിലും നമ്മൾ പോയി, നമുക്ക് എവിടെയും കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവസാനം ഇങ്ങനെ പോയി അപ്പം നമ്മുടെ കുറച്ചൊരു ഡിസ്റ്റന്റ് റിലേറ്റീവിന്റെ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ ഇവിടെ എത്തിയില്ലേ, എന്നാ പിന്നെ ഇവിടെ കൈനീട്ട് മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി. അത് അതൊരു മരണ വീടായിരുന്നു. അതായത് അതിലൊരു ഇതുണ്ട്. അതായത് നമ്മൾ ആ ഒരു പ്രാവശ്യത്തെ വിഷു നമ്മൾ ആഘോഷിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവിന്റെ വീട്ടിലൊരാളും ഒരു മരണം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം വെടി പൊട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ഓർഡർ ആണ്. അപ്പൊ നമ്മൾ ഭയങ്കര കരഞ്ഞു പിടിച്ചു. അപ്പൊ നമുക്ക് കൈനീട്ടം വീട്ടിലാരെ തന്നു വെച്ചിട്ട് നമ്മള് വിഷു ഏതായാലും കഴിഞ്ഞില്ല, ഇനിയെങ്കിലും വെടി പൊട്ടിക്കട്ടെ എന്ന് വെച്ച് കാല് കൈ പിടിച്ചെന്നാലും കത്തിക്കുന്നത് വാങ്ങിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ കത്തിക്കുന്ന വാങ്ങാൻ കടകളിലെല്ലാം ഏടി കിട്ടാണ്ട് അപ്പത്തേക്കും എല്ലാവർക്കും തീർന്നു, സ്റ്റോക്ക് ഔട്ട് ആയി. അങ്ങനെ ഞങ്ങൾ നേരെ കേറിയത് മരിച്ചവരെ വീട്ടിൽ തന്നെ പോയി അവിടുന്ന് കൈനീട്ട് മേടിച്ച് തിരിച്ച് അവരാണ് ഞങ്ങൾ ചെറിയ കുട്ടികളല്ലേ ഇപ്പൊ എന്നിട്ട് അവർ കൈനീട്ടും തന്ന് നമ്മള് തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ വീട്ടിന് മുന്നത്തെ കടയിൽ നിന്ന് ഞങ്ങൾക്ക് കമ്പിത്തിരിയും പൂക്കുറ്റിയും മേടിച്ചിട്ട് നമ്മൾ വരുന്ന സമയത്ത് ഞങ്ങളുടെ 2 ഡ്രാഗൺ ഫാദേഴ്സ് നിങ്ങൾ ഞങ്ങളുടെ അച്ഛന് 2 അച്ഛന്മാരെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും പൊന്നു പോലെ തങ്കക്കുടമുള്ള പാപം മനുഷ്യർ. പാലക്കാട് പക്ഷെ അവരങ്ങനെയല്ല ഗൈസ്. അവര് ഞങ്ങളെ അവിടുന്ന് മുതൽ വീട് വരെ ഓടിച്ചിട്ടടിച്ചു. അത് ഓടിച്ചിട്ടടിച്ചു കഴിഞ്ഞാൽ ആദ്യം കണ്ടത് എന്റെ അച്ഛനായിരുന്നു. എന്റെ അച്ഛൻ അല്ല, ആദ്യം കണ്ട കൃഷ്ണന്റെ എന്റെ അച്ഛൻ ഒരിക്കലും അടിക്കില്ല എന്നായിരുന്നു എല്ലാരും വിചാരിച്ചു. ഇങ്ങനെ വന്നിട്ട് പെട്ടെന്നൊരു ഓട്ടായിരുന്നു. അപ്പൊ അപ്പം ഇളയച്ചനെ തോപ്പിച്ച് ഓടി എന്നുള്ള ധൈര്യത്തിൽ ഓടി വന്ന് എത്തുമ്പോ ഇവര് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചാൽ ട്രാപ്പായിരുന്നു. ഇവർ ഓടിച്ച് ഇളയച്ച നമ്മൾ ഓടിച്ചിട്ട് കൊണ്ടുപോയി എന്റെ അച്ഛന്റെ മുന്നിലോട്ടായിരുന്നു. കേറി വരുമ്പോ നടിയടി മാതിരിയായിരുന്നു. വലിയ മട്ടലെടുത്തിട്ട് ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ കുറെ നടിയടി കഴിഞ്ഞിട്ട് ഇങ്ങനെ പല പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇത് പിന്നെ വിഷു, ഒരു പ്രാവശ്യം ഓണത്തിന്റെ സമയത്ത് സേമിയ പായസത്തിന് വെള്ളമൊക്കെ തിളയ്ക്കുമ്പോ സേമിയ ഇല്ലാന്ന് അറിഞ്ഞു.
അപ്പം ഒട്ടനെ മക്കളെ ഓടിപ്പോയിട്ട് സേമിയ മേടിക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ എന്റെ അർദ്ധേട്ടനും തിളച്ചോണ്ടിരിക്കുക. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുക. വലിയ അച്ഛനാണ് അച്ഛനാണ് പായസം ഉണ്ടാക്കുക. അപ്പൊ എനിക്കൊന്ന് വീട്ടിൽ ആരൊക്കെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അച്ഛനാണ് പായസം ഉണ്ടാക്കുക. എന്റെ അച്ഛനും ചന്ദ്രൻ വലിച്ചനും അച്ഛന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പം ഞങ്ങളോട് പറഞ്ഞു വേഗം പോയിട്ട് സേമിയ മേടിക്കും. അപ്പൊ ഞാനും ഏട്ടനും കൂടിയിട്ട് ഇങ്ങനെ പ്രയാണത്തിൽ പോയി. അല്ല, അത് പോയതിന് കാരണമുണ്ട്. അടുത്തുള്ള കടയിൽ പോകുന്ന സമയത്ത് ദൂരെ മറ്റേ ഒരു ഗ്രൗണ്ടിൽ നിന്ന് പട്ടം പറത്തുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ മാധവേട്ടന്റെ കടയിൽ നിന്ന് മേടിക്കാന്ന് വിചാരിച്ചത്. മാധവേട്ടൻ പറഞ്ഞു നോക്കുമ്പോഴേക്കും പക്ഷെ ആരോ കുറെ പിള്ളേര് പട്ടം പറത്തുന്നുണ്ട്. അപ്പൊ ഞങ്ങള് പിന്നെ പട്ടത്തിന് ഈ പട്ടം ഇവിടുന്ന ഉത്ഭവസ്ഥാനം അറിയാൻ വേണ്ടിട്ട് പട്ടം നോക്കി ഓടി നടന്നു പോയി. അങ്ങനെ ഈ പട്ടത്തിന് പിന്നാലെ ഒരു ഗ്രൗണ്ട് വരെ എത്തി. നമ്മളൊരു ഗ്രൗണ്ടിലെത്തി. ആ ഗ്രൗണ്ടിൽ നിന്നും നമ്മള് കുറച്ച് പിള്ളേര് ഗ്രൗണ്ടിന്റെ അവിടെ തോട് നമ്മൾ മീൻ അത് തുമ്പപ്പൂ പല പ്രാവശ്യവും ഞങ്ങളെ കാണാണ്ടായത് കൊണ്ട് ഇങ്ങനെ ഞങ്ങള് ഗ്രൗണ്ടിലെത്തി. ആ പിള്ളേരുടെ കൂടെ പട്ടങ്ങൊക്കെ നോക്കി. അങ്ങനെ നമ്മൾ എത്തിയത് നമ്മുടെ പേരൻസിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ തറവാട്ടിലെത്തി. അവിടെ മുന്നിൽ നിന്നാണ് നമ്മൾ അവസാനം സേമിയ പായസം മേടിക്കുന്നത്. ഇപ്പത്തേക്ക് ഒരു 2 മണിക്കൂറായിട്ടോ. വെള്ളം പറ്റി. അതായത് മാധവേട്ടന്റെ വീടെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സേമിയ വിളിച്ചു പറഞ്ഞാൽ മതിൽമ വെക്കാം, അത്ര അടുത്താണ്. അവസാനം സേമിയ പായസം പറ്റി ഉപ്മാവായി സേമിയത്തിന്റെ. എന്നിട്ട് പിള്ളേരൊക്കെ ഞങ്ങള് തിരിച്ചു വരുമ്പത്തേക്കും അടിച്ചു വരുമ്പോ തന്നെ മറ്റേ ഒരു കോളുണ്ട്. ആ കുളത്തിന്റെ അടുത്ത് അച്ഛൻ നിൽക്കുന്നുണ്ട്. അന്നാണ് അച്ഛനെ ആദ്യമായിട്ട് അല്ലെങ്കിൽ അച്ഛന്റെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമായി പോയി. കാരണം അച്ഛന്റെ ആണ് പായസം. അച്ഛൻ അവിടെ നമ്മളെ പരുതാൻ വേണ്ടി ഗുണ്ടും ജുബയൊക്കെ ഇട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ നടന്നു വരും. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ കിട്ടി 2 എനിക്ക് ആദ്യമായിട്ട് അവസാനം അച്ഛന്റെ അടുക്കുന്ന അപ്പോഴാടിയിട്ട് അങ്ങനെ പല പ്രാവശ്യം. ഇത് പിന്നെ നമ്മള് ഓണത്തിന് പൂക്കൾ ഇടുന്ന സമയത്ത് വെള്ള തുമ്പപ്പൂ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ എല്ലാം ഈ അവസാന നിമിഷമാണ് ഞങ്ങളോട് പറയാ. ഞങ്ങളോട് ആദ്യം പറഞ്ഞോടി ഇവർക്ക്. എന്നാ പിന്നെ അയ്യോ മക്കളെ തുമ്പപ്പൂ കുറഞ്ഞു പോയി, കുറച്ചും കൂടി ഒന്ന് പറിച്ചോണ്ട് വന്നപ്പോ ഞാനും അറിഞ്ഞു ശവപ്പറമ്പിൽ പോയി. മൂരിക്കോൽ ശവപ്പറമ്പിലാണ് കുറെ തുമ്പപ്പൂ ഉണ്ടാവുക. അവിടെ ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ പിള്ളേർ ഒരു തോട്ടിൽ മീൻ പിടിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഞങ്ങളുടെ ഡ്രസ്സിൽ ഞങ്ങള് മീൻ പിടിക്കാൻ നോക്കി. കുറെ മീനൊക്കെ അവസാനം വരുന്ന അവസ്ഥ 10 തുമ്പപ്പൂവും ഒരു കുപ്പി നിറച്ച് മീനെ കൊണ്ട് പൂടാൻ വന്ന അതിന് വിറ്റുണ്ട്. ഇവര് നമ്മളെ വീട്ടില് രാജുമാവൻ, അതിന്റെ ചെറിയ മാവൻ നന്നായിട്ട് വരക്കുകയൊക്കെ ചെയ്യും. അപ്പം രാജുമാവനും ഇവന്റെ അമ്മ ബിന്ദുമായ അപ്പൊ ഇവര് പൂ ഇടുന്നതിന്റെ തലേ ദിവസം തന്നെ നല്ലതായിട്ട് ഇതെല്ലാം വരച്ച് പ്ലാൻ ചെയ്ത് നോക്കും. അപ്പൊ ഈ തുമ്പപ്പൂ ഇടേണ്ട സ്പേസ് അവരെ ഇവിടെ വെള്ള എന്ന് പറഞ്ഞിട്ട് സ്പേസ് ഉണ്ട് വെച്ച് നമ്മളെ പ്രതീക്ഷയിലാണ് അത്രയും വലിയ സ്പേസ് ആക്കിയിട്ട് നമ്മളെ ഇട്ടതാ. ഈ സത്യനാരായണ ക്ലബില് ഓണപ്പൂക്കളെ കോമ്പറ്റീഷന് ജോയിൻ ചെയ്യും. കലാകാരന്മാരുള്ള വീടാകുമ്പോ അവർക്കൊരു പ്രസ്റ്റീജ് പ്രശ്നമല്ലേ. അങ്ങനെയാണ് അവർ നല്ല ഡിസൈൻ ഒക്കെ വരച്ചിട്ടാണ് ഞങ്ങളെ വെള്ളപ്പൂവിന് വേണ്ടി അയച്ചത്. അവസാനം വെള്ളപ്പൂ കുറഞ്ഞതുകൊണ്ട് അവസാനം തേങ്ങയൊക്കെ ചെരുവിട്ട് ഞങ്ങൾ ഡിസ്ക്വാളിഫൈയും ആയി. അതുകൊണ്ട് ഡിസ്ക്വാളിഫൈ സത്യരാജ് ക്ലബില് പിന്നെ നമുക്ക് നമ്മൾ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള മക്കളായതുകൊണ്ട് ഞങ്ങൾ എല്ലാത്തിനും പോയി പങ്കെടുക്കുകയും ചെയ്യും. ഇതൊന്നും കിട്ടില്ല. അരുണേട്ടൻ ഒരു പ്രാവശ്യം ബടായി മത്സരത്തിന് പോയിട്ട് അരുണേട്ടൻ എന്തോ ദേഹത്തുനിന്ന് മറ്റേ തുപ്പുന്ന പോലത്തെ ഒരു സ്പ്രേ ഒക്കെ കിട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു അതായത് ആൾക്കാർ ഓടി ചിന്നിച്ചിതറും അതിന്റെ സ്മെല്ലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഒരു കറിയും കുറെ പാതി ബോഡി വാഷ്. അപ്പോ ഞാൻ പദ്യപാരായണത്തിനാണ്. പൊൻപൂലർ ചിങ്ങത്തിൽ പൂക്കണി കൊന്നയിൽ കൊമ്പത്തു മിന്നുന്ന കൊച്ചു തത്തേ കേൾക്കുവാൻ കാതുകൾ കൂർപ്പിച്ചു കൂർപ്പിച്ചു കാത്തു നിൽക്കുകയാണോ നിന്നെ ഞാൻ. ഞങ്ങളുടെ സത്യാർട്സ് ക്ലബില് പിന്നെ ഗസ്റ്റ് ആയിട്ട് അച്ചച്ചനെയാണ് വിളിക്കാം. അപ്പൊ അച്ചച്ചൻ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഫിഗറും സോഷ്യൽ ലീഡറും ഒക്കെ ആയതുകൊണ്ട് അച്ചച്ചനെയാണ് ഇവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചത്. അപ്പൊ ഞങ്ങള് ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഞങ്ങളുടെ അച്ചച്ചൻ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അഭിമാനപൂരിതമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അച്ചച്ചൻ മറ്റേ സ്പീച്ചിൽ പറയാ, എന്റെ വീട്ടിലുണ്ട് 2 മക്കൾ, ടിവിയിൽ നിന്നും കണ്ണെടുക്കാത്ത. അതായത് അപ്പൊ ഞങ്ങളാണെങ്കിൽ എല്ലാവരോടും ഇനി മാള് ജനിക്കുന്നതിന് മുമ്പുള്ള വിഷു ഓർമ്മകൾ പറയുന്നതായിരുന്നു. ഏട്ടന്റെ ഒറ്റയ്ക്കുള്ള വിഷു ഇവര് രണ്ടാളെയും പറഞ്ഞു. ഏട്ടന്റെ വിഷു ഇവന്റെ വിഷു നമ്മളെ കൂടെ തന്നെയാണ്. അതെ, എന്റെ വിഷു ഇവരുടെ കൂടെ തന്നെയാണ്. ഇവരുടെ പുറകെ നടക്കുക എന്നാണ് എന്റെ വിഷു. കൊണ്ടിരുന്ന 2 കുട്ടികൾക്ക് ഇവൻ വന്നതിന് ശേഷം ഇവന്റെയും കൂടി ഷെയർ അടി ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവനായിരുന്നു പൊന്നോമന.
ഉണ്ണി അതായത് ആറ്റുമോറ്റുണ്ടായ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവന്റെ ചെയ്യുന്ന എല്ലാ വികൃതിക്കും അടി കിട്ടല് മെയിനായിട്ട് അരുണേട്ടൻ, പിന്നെ എനിക്ക് സ്ഥിരം സ്ഥിരം എന്ന് പറഞ്ഞ സ്ഥിരം. ഇനി നിന്റെ ഓർമ്മകൾ എന്താണ്? ഞങ്ങൾക്ക് അടി കിട്ടുന്നതല്ലാതെ എന്റെ ഓർമ്മ പിന്നെ ഇവർക്ക് അടി കിട്ടുന്ന അല്ലാത്ത എന്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ അപ്പൂനും കുട്ടിയും മറ്റേ നമ്മളിവിടെ ക്രിക്കറ്റ് കളിക്കായിരുന്നു. ഇതേ പുളിമരത്തിന്റെ കീഴിലാണ് നമ്മൾ ക്രിക്കറ്റ് കളിക്കുക ഏപ്രിൽ മെയ് മാസത്തിൽ. അപ്പോൾ ഒന്ന് അരുണേട്ടനെ വിളിച്ചു കൊണ്ടുവരാ, രാവിലെ 9 മണിക്കാണ് കളിക്കുന്നത്, അരുണേട്ടനെ എഴുന്നേപ്പിക്കാൻ 2 മണിക്കൂർ 11 മണി വരെ ഇരുന്ന് അങ്ങോട്ട് കളിക്കാൻ വന്നിട്ട് അരുണേട്ടനെ കൂട്ടിയിട്ട് കളിക്കാൻ പോകും. എന്നിട്ട് അരുണേട്ടൻ എന്ന് പറഞ്ഞാൽ അരുണേട്ടന്റെ ബോളിംഗ് ആക്ഷൻ ഭയങ്കര കോമഡി, ലെഫ്റ്റ് ആണ് എങ്ങനെയൊക്കെയോ ആണ്. അപ്പോൾ ഇത് സ്റ്റംപ് നമ്മളിങ്ങനെ നിൽക്കുന്ന ഞാൻ അരുണേട്ടന്റെ ടീമിൽ വിളിക്കും. എന്നിട്ട് അരുണേട്ടൻ ബോൾ എറിയുമ്പോൾ അങ്ങ് അപ്പുറത്തെ തെങ്ങുണ്ട്, ആ തെങ്ങിനാണ് അരുണേട്ടന്റെ ബോളിന്റെ കൊള്ള. അതാണ് എന്റെ ആദ്യത്തെ ഓർമ്മ. ഈ നേരെ വരുന്നില്ല ബോള്, അതിന്റെ മിഡിലിൽ കറക്റ്റ് കൊള്ളുകയും ചെയ്യും. അതെങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ആ സമയത്ത് എന്താ പറയാ, പിന്നെ ഈ അപ്പുവിന്റെ കുറെ കോമഡികളുണ്ട്. അപ്പു ഇതുപോലെ അപ്പു ഉണ്ണിയും കാഞ്ഞങ്ങാടുന്ന വരല് ചേച്ചി കോഴിക്കോടുന്നും. അപ്പൊ അപ്പുവിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പു എന്ത് പറഞ്ഞാലും ചെറിയൊരു കാര്യം മതി കരയാൻ വേണ്ടിട്ട്. അപ്പൊ അപ്പു എപ്പോ കരഞ്ഞാലും എനിക്ക് അമ്മമ്മേരെ അടി കിട്ടുക. അപ്പൊ ഇതിന്റെ ഒരു കർമ്മ വന്നതെനിക്ക്. അപ്പോഴത്തേക്ക് ഇവര് കുറച്ചും കൂടി വലുതായി. ചേച്ചി കോളേജിലല്ലായി, ഏട്ടൻ ജോലി ചെയ്യുന്നു ചെന്നൈയിലായി. അപ്പം ഞാൻ അപ്പു ഉണ്ണി മാളും ഇല്ല ഇവിടെ. അപ്പൊ അപ്പു എന്ന് പറഞ്ഞ രണ്ടാമത്തേന് കരയും. ആടെ കളിക്കാൻ വരുന്ന ആരെന്ത് പറഞ്ഞാലും ഇവൻ കരയും. ആ കരഞ്ഞതിന്റെ എല്ലാം അടി കിട്ടുക. കരഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ വെക്കും, ഒറ്റ ഓട്ടാണ് വീട്ടിലേക്ക്. പിന്നെ വരുമ്പോ ഉണ്ടാവും ഒറ്റ ഇങ്ങനെ മുമ്പിൽ നടന്നു വരുന്ന ബാക്കിൽ അമ്മമ്മ ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പൊ ഉറപ്പിച്ചോളൂ അടി കിട്ടിയത്. അങ്ങനെ അപ്പുവിന്റെ കരച്ചിൽ കൊണ്ട് കിട്ടിയ കുറെ അടി. പിന്നെ ഈ ഉണ്ണീനെയും മാളുവിനെയും മേയ്ക്കുക. ഉണ്ണീന്ന് വെച്ചാൽ ഭൂലോക തരികിടുക. അതോ ഇങ്ങനെ എന്താണ് അപ്പുറത്ത് കളിക്കാൻ വന്ന പിള്ളേരെ കണ്ണിൽ മണ്ണ് വാരി ഇടുക, അങ്ങനത്തെ എന്തിലോ സ്വഭാവമാണ്. അപ്പൊ അതിന്റെ കുറെ അപ്പുറത്തെ പിള്ളറയുമെന്നുള്ള തെറി, ഇങ്ങനെ കുറെ തെറി അടിയും കൊണ്ടാണ് എന്റെ വിഷുക്കാലം ഇവർക്ക് ശേഷം ഉള്ളത്. പിന്നെ ഉള്ളത് മാളുവിനെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യല്, മാളുവിനെ കീപ്പർ ബാക്കിൽ സെക്കൻഡ് കീപ്പർ ആക്കിയിട്ട് നിർത്തുക. മാളു ബോൾ എടുക്കുക എന്നുള്ളതാണ് മാളുടെ. അതിലൊരു വിറ്റുണ്ട്, ഇവള് കീപ്പറിന്റെ ബാക്കിൽ സെക്കൻഡ് കീപ്പർ ആക്കിയിട്ട് നമ്മൾ റിയൽ കീപ്പർ എടുത്തിട്ടുണ്ട് അപ്പുറത്തെ വീട്ടില് പ്രവി. അതായത് ഈ കീപ്പറിന്റെ ബാക്കിൽ അസിസ്റ്റന്റ് കീപ്പർ ആക്കിയിട്ട് ഇവിടെ വെച്ചാലുള്ള പ്രശ്നം വെച്ചാൽ കീപ്പറെ കാണൂല. പിന്നെ നോക്കുമ്പോണ്ടാവും കീപ്പറും അസിസ്റ്റന്റ് കീപ്പറും കൂടിയിട്ട് പുല്ല് ഇവർ പൂമ്പാറ്റിയാണ് പെരുത്തി പോവാ, പുല്ല് ഇല എടുത്തിട്ട് ഇങ്ങനെ നോക്കുക. ക്രിക്കറ്റ് കളിക്കാൻ വന്നത്, പക്ഷെ ഇവർക്ക് പുല്ല് ഇല കല്ലെടുത്ത് അതിന്റെ ഡിസൈൻ നോക്കുക. ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ ഇവര് രണ്ടാളും NAD. ആ പുല്ല് പഠിച്ച രണ്ടാളും NAD ഡിസൈൻ പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്രാവശ്യം ഇപ്പൊ പഠിക്കുന്നത്. നിങ്ങളുടെ മക്കൾ NAD പഠിക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ പുല്ല് പറപ്പിക്കുക, ഇല നോക്കിക്കുക. അതെ, ഇലയിലെ ഇങ്ങനെ ഷേപ്പൊക്കെ നോക്കുക. അതെ അതെ അതെ. ഞാനും ചോട്ടുവേട്ടനും അരുണേട്ടനുമാണ് തറവാട്ടില് ജീവിച്ചിരുന്ന ആൾക്കാർ. ബാക്കി ഫാമിലീസ് അപ്പോട്ടിനും ഉണ്ണിയും കാഞ്ഞങ്ങാട് പോയി, ആദ്രീച്ചി കോഴിക്കോട്. അപ്പം എന്റെ ലൈഫ് എന്ന് വെച്ചാൽ സമ്മർ വെക്കേഷന് ഇവരെല്ലാരും വരുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ ഓരോ ഫാമിലീസും വരുന്ന അങ്ങനെ. അപ്പം ഞാനും ഉണ്ണിയും അപ്പോട്ടിനും ഏജ് ഗ്യാപ്പ് ഭയങ്കര ക്ലോസ് ആണ്. അതായത് അപ്പോട്ടിന് എന്നെക്കാൾ 1 വയസ്സ് മൂപ്പ്, ഉണ്ണി എന്നെക്കാൾ 2 വയസ്സ് ചെറുത്. അപ്പൊ ഞാനാണ് ഉണ്ണീനെ പിടിച്ച് നടക്കുന്ന ആള്. അപ്പോട്ടും പിന്നെ വെറുതെ അപ്പോട്ടിന്റെ ഉണ്ണീരും ഇടക്ക് ഞാനില്ലെങ്കിൽ അടി ഉറപ്പൊട്ടി. അപ്പൊ ഉണ്ണിയും പറയുമ്പോ അനിയന്മാരും ബന്ധ ശത്രുക്കളാ. അതായത് അത് എല്ലാ കാര്യത്തിലും അങ്ങനെ. ഒരുത്തൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ ഒരുത്തൻ മാഞ്ചസ്റ്റർ സിറ്റിയാ. സോ അത് എല്ലാ കാര്യത്തിലും. അതുകൊണ്ടാണ് അണ്ണൻ തമ്മിലത്തെ പോലെ അപ്പോട്ടിനെ നാട് കടത്തിയിട്ട് ഉണ്ണീനെ ഇനിയിപ്പോ അപ്പൊ വരുമ്പോഴത്തേക്ക് ഉണ്ണിനെ നാട് കടത്തും. അപ്പൊ ചെറുതിലെന്ന് വെച്ചാ എനിക്കറിയാം, അപ്പോട്ടിന് എന്നോടൊരു കാര്യം ചെയ്യാൻ പറയും. ബേസിക്കലി അത് ഉണ്ണീനെ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ആയിരിക്കും. അതെനിക്ക് അറിയില്ല. അന്നേരം ഉണ്ണി കരയാൻ തുടങ്ങുമ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ വിനയമായി വന്നിട്ട് വിനയമായി കരഞ്ഞു. വിനയമായിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കരയല് മാത്രം, അത് മാത്രം എനിക്ക് ഓർമ്മ. അപ്പം ഈ അപ്പു ഉണ്ണിയും വരുന്നത്
ആദ്യം രാജമാമൻ അപ്പൂനെയും ഉണ്ണീനെയും കൂട്ടിയിട്ട് ബൈക്കിൽ വരും. കുറെ പാക്കറ്റ് ലേസും മേടിച്ചിട്ട് ഒരു ദിവസം രാത്രി വെക്കേഷന്റെ രാത്രി തുടങ്ങുന്ന രാത്രിയാണ് ഈ ലേസ് ഇങ്ങനെ മാല പോലെ ആക്കിയിട്ട് ഇവര് വരിക. അപ്പം ഈ ലേസ് എല്ലാവർക്കും വിതരണം ചെയ്യും. എന്നിട്ട് കുറച്ച് പ്രാന്തന്മാരുണ്ട് ചോട്ടുവേട്ടനെ പോലില്ലേ, അവര് അപ്പോടിനും ചോട്ടുവേട്ടനും ലേസ് കിട്ടിയപാടും തീരും. ഞാനും ഉണ്ണി ഇതിങ്ങനെ ശേഖരിച്ചിങ്ങനെ വെക്കും കുറെ സമയത്തേക്ക്. നമുക്കിങ്ങനെ മെല്ലനെ ഇങ്ങനെ ആസ്വദിച്ച് തിന്നാൻ. പക്ഷെ അത് ഇവരെന്നെ തിന്ന് തീർക്കും നമ്മുടെ അടുത്ത്, നമുക്ക് ലാസ്റ്റ് കിട്ടില്ല. അപ്പൊ ഈ രാത്രി ആകുമ്പോ ലൈറ്റ് ഉണ്ടാവുന്നത് ഓഫീസ് റൂമിന്റെ അടുത്ത് മാത്രം, ഫ്രണ്ടിൽ മാത്രം. അടുക്കളയിൽ ഇവർ ഓഫ് ആക്കിയിട്ടുണ്ടാവും. നമ്മളെ മെയിൻ പരിപാടി വെച്ചാൽ ഈ വീട്ടിന്റെ വട്ടത്തിൽ ഓടൽ, ഇങ്ങനെ 3 ആൾ ഇങ്ങനെ ഓടും. എന്തിനീന്ന് ഒരു ഐഡിയ ഇല്ല. അടുക്കളയുടെ അടുത്ത് എത്തുമ്പോ എല്ലാരും പേടിച്ചിങ്ങനെ സും എന്ന് പറഞ്ഞിട്ട് ഓടും. അതാണ് മെയിൻ കളി. പിന്നെ പിറ്റേ ദിവസം ആദരിച്ച് വരാൻ വെയിറ്റ് ചെയ്യും. അപ്പം ഈ എല്ലാ പൂവും അമ്മമ്മ ഉണ്ടാക്കിയ പൂവും ഇലയെല്ലാം ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇവർക്കെല്ലാം അരുണേട്ടൻ ചെന്നൈയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അരുണേട്ടൻ അല്ലെങ്കിൽ വെൽക്കം ഇങ്ങനെ പൂഴിയിലെല്ലാം എഴുതി മൺകുടിയിലെല്ലാം ഉണ്ടാക്കി ബൊക്കയെല്ലാം ഉണ്ടാക്കും പൂവുകൊണ്ട്. അതായിരുന്നു നമ്മള് മെയിൻ ആയിട്ടുള്ള ബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവരിങ്ങനെ പൂവിട്ട് ഇങ്ങനെ ഗേറ്റിന്റെ അടുത്ത് ഇങ്ങനെ പൂവിട്ട് ഇതാക്കാം. പിന്നെ കളിക്കുന്നത് വെച്ചാ ഞാൻ മാത്രാണ് ഗേള്. ഏച്ചി പിന്നെ ജോലിക്കെല്ലാം പോയ സമയത്ത് ചോട്ടുവേട്ടൻ, അഭിയേട്ടൻ, നവിയേട്ടൻ, പ്രവിയേട്ടൻ, ഉണ്ണി, അപ്പു എല്ലാരും ആമ്പിള്ളർ. അപ്പൊ നമ്മള് ക്രിക്കറ്റ് കളിക്കും, ഒളിച്ചുമുത്ത് കളി, 2 കളി. ഞാൻ ചെറുതായോണ്ട് എന്നെ കീപ്പറിന്റെ ബാക്കിൽ ഇരുത്തും. പിന്നെ എന്നെ ബാറ്റ് ചെയ്യാൻ സമ്മതിക്കും. അപ്പെന്ന് വെച്ചാ ഇവർക്ക് എക്സ്ട്രാ റണ്ണ് വേണം. ലാസ്റ്റ് ഒരു എക്സ്ട്രാ റണ്ണ് വേണ്ടുമ്പോ എല്ലാ കളിയും നീ ബാറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ കളിയും നീ ബാറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ കളിയിലും നീ ബാറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എറിഞ്ഞുതരും. അതുകൊണ്ട് ചെറിയ പ്രാവശ്യം നിങ്ങക്ക് അടിക്കാൻ പറ്റാതെ നീ ബാറ്റ് ഇട്ടിട്ട് ഞാനും ഉണ്ണിയും ചെറുതല്ലേ, അപ്പൊ ഞാനും ഉണ്ണിയും ഇങ്ങനെ ലാസ്റ്റ് ഒരാൾ ഉണ്ണീനെ ടീമിലെടുക്കും, ഒരാൾ എന്നെ ടീമിലെടുക്കും. അപ്പൊ റണ്ണർ ഉണ്ട്. ചോട്ടുവേട്ടനായിരിക്കും എന്റെ ടീമിൽ, ചോട്ടുവേട്ടനായിരിക്കും റണ്ണർ, ഉണ്ണിക്ക് വേറെ ആരെങ്കിലും ആയിരിക്കും റണ്ണർ. അപ്പം നമ്മള് രണ്ടാളും അടിക്കൂല, അത് ഇവർക്കറിയാം അത്രയും ചെറുതാണ്. അതുകൊണ്ട് ഇങ്ങനെ ലാസ്റ്റ് ഒരു റണ്ണ് ഇവര് ഓടും. ഇങ്ങനെ ഞാൻ അടിച്ചിട്ട് ഇവര് ഓടി റണ്ണെടുക്കും. അതായിരുന്നു പരിപാടി. അപ്പൊ അതെല്ലാം ഭയങ്കര അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഇവരെ ഡക്കൗട്ട് ആക്കാൻ പറ്റില്ല. ഇവരെ ഡക്കൗട്ട് ആക്കി ഇവര് കാര്യം ഇവർ പ്രശ്നമായി കഴിഞ്ഞാൽ അമ്മമ്മ പിറ്റേ ദിവസം കളിക്കാൻ വിടൂല. അതായത് ആ പുളിമരത്തിന്റെ കീഴിൽ നിന്ന് ഇനി കളിക്കണ്ടെന്ന് പറയാം. ഇവര് കരഞ്ഞ ആടെ കളിക്കാൻ വിടില്ല. അപ്പം എതിർ ടീം എന്തെന്ന് വെച്ചാൽ ഇവര് കരയാനും പാടില്ല. അപ്പം ഇവരെ ബാറ്റിൽ നോക്കിട്ട് ഒരു ബോൾ എറിഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ബോൾ ഇവരെന്തായാലും ഒരു റൺ ഉറപ്പാണ്. ഇവരെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെന്ന് വെച്ചാല് ഇവള് ഒരു ടീമിലും ഉണ്ണി വേറെ ടീമിലാണെങ്കിൽ ആ ഒരു റണ്ണ് ഗ്യാരണ്ടിയാണ്. കാരണം ഇവരെ ഔട്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഇവരെ ബാറ്റിൽ നോക്കിയിട്ട് ഒരു ബോൾ അടുത്ത ബോൾ ഔട്ടാക്കും. പിന്നെ നമ്മള് മാങ്ങ നമ്മൾ എവിടുന്നൊക്കെ എങ്ങനെയാ ഇപ്പൊ കാണും. നമ്മള് മാങ്ങ ഇങ്ങനെ പിഴുതിട്ട് ഐസ് ട്രേയില് അതില് ഈർക്കല് വൃത്തിയാക്കിയിട്ട് അതില് കുത്തിയിട്ട് ഈ മാങ്ങ ഇങ്ങനെ ജ്യൂസ് ആക്കിയിട്ട് ഈ ഐസ് ക്യൂബിലിട്ട് അതില് കോലുമാക്കി ഫ്രീസറിൽ വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് ഞാനും നവിയും പണ്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെ മാങ്ങയെല്ലാം കിട്ടി. പച്ചമാങ്ങ, ചില സ്പെഷ്യൽ ഫ്രൂട്ടി മാങ്ങ, നൊട്ട് മാങ്ങ, അതൊക്കെ കിട്ടും. അപ്പൊ കുറെ ആളുണ്ട് ഒളിച്ചുമ്പൊത്തും കളിക്കാൻ വേണ്ടി. ഇവരെല്ലാം ഉണ്ടാവും, അതായത് പിള്ളേരെല്ലാം ഉണ്ടാവും. അപ്പം നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്പൊ ഇവളോ ആരെങ്കിലും ആണ് കാക്കിയെങ്കിൽ അന്നേരം എൻ്റെ വീടിന്റെ പണി നടക്കുന്നില്ല, നമ്മൾ ഓടി ആ മാങ്ങയും കൊണ്ട് വന്നിട്ട് ആടെ ഇരുന്ന് തിന്ന്. അതായത് കുറെ ദൂരം. അപ്പൊ അവിടെ ഇരുന്ന് ഫുൾ കഴിച്ചു മറ്റേ. അപ്പൊ നമ്മൾ നേരത്തെ പോയിട്ട് അവിടെ മാങ്ങയെല്ലാം കഷ്ണാക്കി ഉപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് പാർട്ടായിരുന്നു അല്ലേ. ഒട്ടുമാങ്ങ, മറ്റേ ഫ്രൂട്ടി മാങ്ങ, രണ്ട് മാവ് വേറെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ കപ്പക്ക മാങ്ങ, ഈ വീടിന്റെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളിപ്പോ ഇവിടെ വെച്ചിട്ടുണ്ട് 4 മാവ് വെച്ചിട്ടുണ്ട്. എപ്പോ ആവാനാമപ്പ അതായത് പല ടേസ്റ്റിലുള്ള മാങ്ങകൾ അല്ലെ, പല പല ടേസ്റ്റിലുള്ള മാങ്ങയാണ് നമ്മുടെ സമ്മർ വെക്കേഷന്റെ മെയിൻ. എന്തോ ഭാഗ്യത്തിന് ഇപ്പം ഞാൻ കല്യാണം കഴിച്ച എന്റെ ഹസ്ബൻഡ് ഷമീമും ഭയങ്കര മാങ്ങാഭ്രാന്തനാ. അതുകൊണ്ട് ബാംഗ്ലൂർ നമ്മളിങ്ങനെ ഷമീമ് മാർക്കറ്റുകളിൽ പോയി തേടിയിട്ട് മല്ലിക അത് ഇത് എന്നൊക്കെ പറഞ്ഞ പലതരം മാങ്ങ മേടിക്കും. അതുകൊണ്ട്
അപ്പം നല്ലൊരു അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര സമ്മർ ടൈം ഞങ്ങൾക്ക് മാങ്ങയാണ് ഞങ്ങളുടെ മെയിൻ ഒരു ഓർമ്മ എന്റർടൈൻമെന്റ്. നമ്മളെ പാരന്റ്സ് മാങ്ങ പറിക്കുന്നതും ഭയങ്കര ഒരു ആരവായിരുന്നു. ആ വലിയ മാങ്ങ പറിക്കണം ഭയങ്കര താഴെ വീണാ അത് ഉടഞ്ഞു പോകും. അപ്പൊ ഇവര് കൊക്കയ്ക്ക് ചാക്ക് കെട്ടി, അതായത് ആ കൊക്ക കൊണ്ട് ഇങ്ങനെ പറിക്കുക, അത് ആ ചാക്കിലോട്ട് വീഴും. അതെല്ലാരും കൂടിയിട്ട് മാമന്മാരും എന്റെ അച്ഛൻ അരുണേട്ടന്റെ അച്ഛൻ ഭയങ്കര ഇവന്റ്ഫുൾ സാധനം. കാരണം അത് ചാക്കിൽ വീണാല് നമുക്ക് ആ കൊക്ക ബാലൻസ് ചെയ്യാൻ പറ്റില്ല, അത്രയും വെയിറ്റ് ആണ്. രണ്ടാളെല്ലാം ഇങ്ങനെ പിടിച്ചിട്ട് നല്ല ഇറക്കി നമ്മള് താഴെ ഇറക്കി കഴിഞ്ഞാൽ ആ ചാക്കിന്ന് വാങ്ങിയെടുക്കല് നമ്മളെ പണി. ഓടിപ്പോയി വാങ്ങിയെടുത്ത് ഒരു സൈഡിൽ കൊണ്ടുവെക്കുക. നല്ല രസമാണ്. പിന്നെ വേറെന്താണ് ഓർമ്മകള്? അതായത് നമ്മള് ഈ ചെറുപ്പകാലത്തെ കഥകൾ പറയുന്ന ഓർമ്മകൾ പറയുന്ന സമയത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വേറൊരു ക്യാരക്ടർ കൂടെ നമ്മളെ വീട്ടിലുണ്ടായിരുന്നു. അതായത് നമ്മൾ രക്തബന്ധത്തിൽ ഇല്ലെങ്കിലും നമ്മളെ കുടുംബത്തിൽ തന്നെ കുറേ കാലം ഉണ്ടായിട്ടുള്ള നമ്മള് ഫാമിലിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മളെ കൂടെ ജീവിച്ചിട്ടുള്ള അക്ക എന്ന് പറഞ്ഞ ദേവയാനി എന്ന് പറഞ്ഞ സ്ത്രീ, അവരക്ക നമ്മളെല്ലാരും വിളിക്കുക. അവർ കൊഴിഞ്ഞമ്പാറയിന്ന് വന്നായിരുന്നു. ഞാൻ ജനിച്ചിട്ട് എനിക്ക് 1 വയസ്സാകുന്ന സമയത്ത് വീട്ടില് കുട്ടീനെ നോക്കാൻ 1985 ഞാൻ ജനിച്ചത്. 86 ആണ് അക്ക വന്നിട്ടുള്ളത്. ഞാൻ 2002 വരെ 2002 വരെ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മളെ കൂടെ താമസിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് അക്ക. അപ്പൊ നമ്മള് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും എന്ത് ഫംഗ്ഷനും എല്ലാം അക്കിയും ഒരു ഭാവമൊക്കെ ആയിട്ട് കൂടി ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ അറിയില്ല. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഓർമ്മകൾ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ മാളു? നിനക്ക് മറന്നുപോയ എന്തെങ്കിലും ഉണ്ടോ? എഡിറ്റിങ്ങിനെ പറ്റി വലിയ ധാരണയില്ലാത്ത ഗായത്രി പ്രതിഭയാണ് ഇത് എഡിറ്റ് ചെയ്യേണ്ടത്. കുറച്ച് സംസാരിക്കും. പറ്റി ധാരണയുള്ള ആദിത്യൻ അപ്പം ഞങ്ങള് ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഇറങ്ങുകയാണെങ്കിൽ എങ്ങനെയുണ്ട് അഭിപ്രായം എന്നൊക്കെ പറയാം. ഇനി നമ്മൾ അടുത്ത ടോപ്പിക് എന്തായിരിക്കണം എന്നൊക്കെ നമുക്ക് ആലോചിക്കണം അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു ഒന്നിപ്പോ നമ്മളെല്ലാവരും ഞങ്ങളുടെ ലൈഫിന്റെ ഓരോ സ്റ്റേജ് ഓഫ് ഓരോ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇപ്പൊ കരിയർ വൈസ് ഒക്കെ ഒരു സ്റ്റേജിലാണ്. അപ്പം അതിനൊക്കെ പറഞ്ഞോ എന്റെ പൊന്നളിയാ. അപ്പൊ അതിനെ കുറച്ച് കോൺവെർസേഷൻ, കരിയറിനെ കുറിച്ചിട്ടും അതിലുള്ള കൺഫ്യൂഷൻസും അപ്പൊ അതിനൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് കോൺവെർസേഷനും അതിനായിട്ടുള്ള കുറെ കോമഡികളൊക്കെ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമ്മൾ അടുത്ത് വിചാരിക്കുന്നത്. അങ്ങനെ ഓരോ പോകെ ഓരോരോ അപ്പുവിന്റെ യുദ്ധം എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ഉണ്ടാവും. അപ്പു തിരിച്ചു വരും പെട്ടെന്ന് തന്നെ. അപ്പം അപ്പു അത് ഷെയർ ചെയ്യട്ടെ. പിന്നെ അനന്തുവിന്റെ യുദ്ധങ്ങൾ പറ്റിയിട്ട്, പിന്നെ നമ്മുടെ ക്യാമറാമാൻ അനന്തു എന്താ പറയാ അതിർത്തിയിലുള്ള കുറച്ച് എക്സ്പീരിയൻസസ് ഒക്കെ അനന്തു പറയും. അങ്ങനെ നമ്മൾ ഓരോരോ എപ്പിസോഡായിട്ടല്ലേ. പിന്നെ നമുക്ക് ഗസ്റ്റ് ആയിട്ട് കുറെ ഷമീമിനെ വിളിക്കാം. ഞങ്ങൾ എന്ന കുടുംബത്തിന് എങ്ങനെ സഹിക്കുന്നു എന്നുള്ളതൊരു വലിയൊരു നമ്മുടെ കുടുംബമായുള്ള യുദ്ധം എന്റെ സിനിമയോടുള്ള യുദ്ധം അതെ, ചായയുള്ള. അപ്പം താങ്ക് യു ഗൈസ്. ഈ വീഡിയോ റിലീസ് ആവുകയാണെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഹാപ്പി വിഷു. ബൈ. ഹാപ്പി വിഷു.